കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ബയോമൈനിംഗ് കരാറെടുത്ത കമ്പനി കരാർ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ബ്രഹ്മപുരത്ത് 50,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള ഷെഡ് നിർമ്മിച്ച ഇതിൽ മെഷീനുകൾ സ്ഥാപിക്കണമെന്നാണ് കരാറുള്ളത്. എന്നാൽ പൂനെ ആസ്ഥാനമായുള്ള ഭൂമി ഗ്രീൻ എനർജി കമ്പനി ഇത് ലംഘിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. കഴിഞ്ഞ മാർച്ച് 2-നായിരുന്നു കൊച്ചി കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള 110 ഏക്കർ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടിച്ചത്. അഗ്നിരക്ഷാസേന, പോലീസ്, ആരോഗ്യവകുപ്പ്, റവന്യൂ വകുപ്പ് ഉൾപ്പെടെയുള്ളവർ 2 ആഴ്ചയെടുത്താണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീയണയ്ക്കുന്നതിന് 1.14 കോടി രൂപ കൊച്ചി കോർപ്പറേഷന് ചിലവായി. തീയണഞ്ഞെങ്കിലും പിന്നീട് ഏറെ വിവാദങ്ങൾ കത്തിപ്പടർന്നു. തുടർന്നാണ് ബയോമൈനിങ്ങിനായി പൂനെ ആസ്ഥാനമായുള്ള കമ്പനിയെ നിയോഗിച്ചത്. എന്നാൽ കമ്പനി കരാർ വ്യവസ്ഥ പ്രകാരമുള്ള ഷെഡ് നിർമ്മിച്ചില്ലെന്ന് മാത്രമല്ല, കൗൺസിലിന്റെ അനുമതി വാങ്ങാതെ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഷെഡ് ഉപയോഗിച്ചുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മാത്രമല്ല, ബയോമൈനിങ്ങിനായി അനുവദിച്ച 16 മാസ കാലാവധിക്കുള്ളിൽ പരിപാടി പൂർത്തിയാക്കാനാവില്ല. ഇത് നഷ്ടമുണ്ടാക്കുമെന്നും പ്രതിപക്ഷം പറയുന്നു. വിവാദങ്ങൾക്ക് ശേഷം നേരത്തെ 50 കോടിക്ക് നൽകിയ കരാർ റദ്ദാക്കിയാണ് പുതിയ കമ്പനിക്ക് കരാർ നൽകിയത്. കരാർ തുക 120 കോടിയായി വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ കോർപ്പറേഷൻ ഷെഡ് ഉപയോഗിക്കുന്നതിന് കമ്പനി വാടക നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും എന്നാൽ കമ്പനി നിർദ്ദേശിച്ച തുക അപര്യാപ്തമാണെന്നും മേയർ പറഞ്ഞു. കൂടുതൽ തുക കമ്പനിയോട് വാടക ഇനത്തിൽ ആവശ്യപ്പെടുമെന്നും മേയർ എം. അനിൽകുമാർ പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി.